നമസ്കാരം, എല്ലാവർക്കും കല്ലൂസ് കോസി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഗോതമ്പ് മാവ് കൊണ്ട് ഇലയിട ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിനായി നമുക്ക് ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഈ ശർക്കര പാനി ആദ്യമേ കുറച്ച് ഉണ്ടായിരുന്നു, ബാക്കി അതൊഴിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര മധുരം വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് ശർക്കര ചേർത്തിയാൽ മതി. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച്. ഇതാ ഈ തേങ്ങ ചിരകിയതും ഇട്ട് നന്നായി ഇളക്കി എടുക്കണം. ശർക്കര പൊടി ഇടാ, പക്ഷെ കല്ലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഇത് കുറച്ച് പാനിയെല്ലാം തേങ്ങയിൽ ചേർന്ന് നമുക്ക് ഇലയിടയിൽ ഇടേണ്ട പാകം ആകുന്നത് വരെ, വെള്ളം നനവില്ലാതെ വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതാ ശർക്കര പാനിയിൽ തേങ്ങയും ശരിയായിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇലയട പരത്തുമ്പോൾ അതിൻ്റെ മേലെ ഇടാൻ പാകത്തിനായി ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതാ കുറച്ച് വെള്ളം വെച്ചു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഇലയുണ്ടല്ലോ, ഈ ഇല നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് വാടി കിട്ടും. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ മടക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തിളക്കട്ടെ വെള്ളം, എന്നിട്ട് അതിലിട്ട് നല്ല അണുക്കളെല്ലാം പോവുകയും ചെയ്യും, നമുക്ക് ഇല വാടിയും കിട്ടും. ഇതാ നമ്മൾക്ക് ഈ ഗോതമ്പ് മാവെടുത്ത് ഇലയടയ്ക്കുള്ള ആട്ട കുഴയ്ക്കാം. കുറച്ച് മതി, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പിടണം കുഴയ്ക്കുമ്പോൾ. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ അത്ര ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസ് വേണം, എന്നാലേ സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നൈസിൽ പരത്തിയിട്ട്. കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കഴുകിയിട്ട് ഇല എടുക്കാം. നമ്മൾ ഇല വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ ഉള്ളിലിട്ട് വാട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. കുറച്ച് വെള്ളം എടുത്ത് വെക്കണം, കാരണം ഇതിൽ പരത്തുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വെള്ളം കൊണ്ട്. ഇതാ ഇങ്ങനെ നൈസായി പരത്ത്. കുറച്ച് ലേശം വെള്ളം എടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതാ നൈസായിട്ട് പരത്താൻ കിട്ടും. ഇതാ നമ്മൾ ശർക്കര കൂട്ട് തേങ്ങയും ശരിയാക്കി വെച്ചത് ഇതാ ഇതിലിടാം. ഈ ഒരു ഭാഗത്ത് ഇടണം, പകുതി വരെ. പിന്നെ നമ്മൾ മടക്കുകയല്ലേ, ഇതാ ഇങ്ങനെ മടക്കി ടൂത്ത് പിക്ക് എടുത്ത് ശർക്കര പോകാതിരിക്കാൻ ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഇത് ഒരെണ്ണവും കൂടെ കാണിക്കാം. മാവ് കയ്യിലൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളമാക്കണത്. കുറച്ച് ലൂസ് വേണം. എന്താ കണ്ടോ, കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കണം. ഇതാ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം, കാരണം ഇത് ഗോതമ്പല്ലേ, അതുകൊണ്ട് ശർക്കരയും. മധുരം നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ഇടാം, കൂടോ കുറയോ ചെയ്യാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ശർക്കരയുടെയും തേങ്ങയുടെയും.
ടൂത്ത് പിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഈർക്കല കുത്തിയാലും മതി. ഇഡ്ഡലി ചട്ടിയിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇഡ്ഡലി ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് ചൂടാവട്ടെ. അപ്പോഴേക്കും ഇത് പരത്തിയെടുത്ത് തട്ടിലോട്ട് വെക്കാനുള്ള ശരിയാക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. വെള്ളം ഏകദേശം ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഡലിൻ്റെ തട്ട് വെച്ച് ഇത് ഓരോന്നായി വെച്ച് കൊടുക്കാം. വേഗം ഒരു 10-12 മിനിറ്റ് ആവട്ടെ, അപ്പോഴേക്ക് വേഗം. ഇങ്ങനെ നിവർത്തി വെക്കണം, അല്ലെങ്കിൽ വേഗില്ല. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇത് നമുക്ക് ആയോന്ന് നോക്കാം. സമയമായിട്ടുണ്ട്, 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം. പതുക്കെ എടുക്കണം, ചൂട് ഉണ്ടാവും. തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഇതിങ്ങനെ വന്നു പറഞ്ഞാൽ ആയി എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് എല്ലാം എടുക്കാം. നമ്മളിതാ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഗോതമ്പ് ഇലയട ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.